ഏറ്റവും ആദരണീയനായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛന്മാരെ, ഭദ്രാസന സെക്രട്ടറി മാത്യൂസ് അച്ഛൻ, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, ഈ ഇടവകയുടെ വികാരിയും ഇതിൻ്റെ സംഘാടകൻ കൂടിയായ എബ്രഹാം മണിക്കർജി അച്ഛൻ, കൺവീനറായ സി തോമസ്, സ്വാഗതം ആശംസിച്ച ബിനു ജോൺ, വൈദിക ശ്രേഷ്ഠരെ, ഗായക സംഘ അംഗങ്ങളെ, നരണമാരാമൻ ഭദ്രാസനത്തിൽ നിന്നുള്ള സുവിശേഷകരെ, എല്ലാ ഇടവകകളെയും പ്രതിനിധാനം ചെയ്ത് 12ാമത് നരണമാരാമൻ ഭദ്രാസന കൺവെൻഷന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹിതരെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നരണമാരാമൻ ഭദ്രാസനം സഭയുടെ ആദ്യ ഭദ്രാസനം, 12ാമത് കൺവെൻഷൻ. എന്നാൽ അതിന് മുമ്പ് നമുക്ക് കൺവെൻഷൻ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ, മാരാമൻ കൺവെൻഷൻ നരണം മാരാമൻ ഭദ്രാസനത്തിൻ്റെയും സ്വന്തം കൺവെൻഷനായി നെഞ്ചിലേറ്റിയ ഭദ്രാസനമാണ്. എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പടിപടിയായി ഈ ഭദ്രാസനം ഒരു ഉണർവിൻ്റെ പാതയിൽ ഒന്നിച്ച് നീങ്ങുന്നത് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ ശീതീകരിച്ച ഹോളിൽ നമുക്ക് ഒന്നിച്ച് ഈ വർഷം കൂടുവാൻ ദൈവം കൃപ ചെയ്തു. കൂർത്തമലക്കാരായ നല്ല മനുഷ്യർ അതിനുള്ള വേദി നമുക്കൊരുക്കി തന്നു. ഈ ഹോള് പണിതപ്പോൾ ഇങ്ങനെയും ഒരു പർപ്പസ് ഉണ്ടാകുമായിരുന്നുവെന്ന് അവരുടെ മനസ്സിൽ കണ്ടു കാണത്തില്ല. ഇതൊരു വലിയ ആൾക്കൂട്ടമായി ഈ ഹോളിനും ദേശത്തിനും ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നതിൽ പ്രത്യേകമായിട്ട് സന്തോഷിക്കുന്നു. ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടൊപ്പം കഴിഞ്ഞ ഒരു ടൈമിൽ സഭയുടെ ഒരു പ്രധാന ചുമതല വഹിക്കുവാൻ എളിയവനായ എനിക്കും സാധിച്ചു. അല്പസ്വല്പം ഉഴപ്പൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് അതെല്ലാം മാറ്റി 24 മണിക്കൂറും ഉണർവോട് പ്രവർത്തിക്കുവാൻ അഭിവന്യ തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം, അത് വളരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സഭയ്ക്ക് ഏറെ കാത്തിരുന്ന 3 നവ അഭിഷിക്തരായ ഇടയശ്രേഷ്ഠരെ കൈവച്ച് ആശീർവദിക്കുവാൻ അഭിവന്യ തിരുമേനിക്ക് ദൈവം തമ്പുരാൻ ഭാഗ്യം നൽകി. സഭയെ സുധീരം ശാന്തതയോടെ സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് നയിക്കുവാൻ അഭിവന്യ തിരുമേനിയിലൂടെ ദൈവം തുടർന്നും സഹായിക്കട്ടെ. നമ്മുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും സഹകരണവും സഭയുടെ കാലികമായ സംഗതമായ ശുശ്രൂഷയ്ക്ക് പിന്തുണയായിട്ട് ഉണ്ടാകും. എല്ലാ പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പ്രധാന ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയും സ്വാഗതമരുളുകയും ചെയ്ത ഭദ്രാസന സെക്രട്ടറി, ഭദ്രാസന കൗൺസിൽ, സംഘാടകർ, അഭിവന്യ തിരുമേനി, എല്ലാവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഏറെ വിനയത്തോടുകൂടി അറിയിച്ച് വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ന് പാഠഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. വായിച്ചയാൾ അത് വളരെ സ്ഫുടമായി ടീച്ചർ വായിച്ചു. 4-ാമത്തെ വാക്യം ഞാൻ എടുത്തു വായിക്കുകയാണ്. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? നമുക്ക് ആ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കാടുനീളെ ഓടി ആടലോടുഴന്നിടും കുഞ്ഞാടുകൾക്കഭയമാം നിൻ പാദം വന്ദനം. കുഞ്ഞാടുകൾക്കഭയമാം നിൻ പാദം വന്ദനം. നല്ല ഇടയനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കുഞ്ഞാടുകളായ ഞങ്ങൾക്കെപ്പോഴും അഭയകേന്ദ്രമായി നീ ഉള്ളതോർത്ത് നന്ദിയോട് സ്തോത്രം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ ഒരു നല്ല ഇടയനായി
നീ കാത്തു പരിപാലിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെയും ഇവിടെ നേരിട്ട് ഹാജരാകുവാൻ കഴിയാതെ പോയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങളെല്ലാ സ്നേഹിതരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദൈവകൃപ നൽകണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകണമേ, മാനസാന്തരത്തിനുള്ള ഒരുക്കം നൽകണമേ. ധൈര്യപൂർവം സമർപ്പണ ജീവിതത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സുവിശേഷങ്ങളിൽ പറയാത്ത യേശുവിൻ്റെ ഒരു കുട്ടിക്കാലത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം, അതിൻ്റെ പേര് ദ യങ് മെസ്സയ എന്നാണ്. 7 വയസ്സുള്ള യേശുവിൻ്റെ ഒരു ജീവിത അനുഭവം ആ ചെറിയ ഡോക്യുമെൻ്ററിയിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 7 വയസ്സുള്ള യേശുവിൻ്റെ അങ്കിൾ ക്ലയോപ്പാസ് എന്നാണ് പേര്. ക്ലയോപ്പാസിന് മാനസിക രോഗമുള്ള ആളാണ്. വലിയ ഒച്ചപ്പാടുണ്ടാക്കും, ബഹളമുണ്ടാക്കും, ഹാലൂസിനേഷൻ ഉണ്ട്. ചിലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പറയാതെ പോകും, നാട്ടുകാർ തിരികെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റും. ഒരു ദിവസം ഈ ക്ലയോപ്പാവ് യേശു എന്ന 7 വയസ്സുള്ള മകൻ്റെ അങ്കിൾ ജീവിതം മടുത്ത് യോർദാൻ നദിയിൽ ജീവനൊടുക്കുവാനായി വെള്ളത്തിൽ എടുത്തു ചാടി. വെള്ളത്തിലെടുത്ത് ചാടുന്നത് കണ്ട യേശുവിൻ്റെ അമ്മ മറിയ യോർദാൻ നദിയിൽ കൂടെ ചാടി. കൂടെ ചാടുവാൻ ഒരുങ്ങിയത് ഈ അങ്കിളിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ക്ലയോപ്പാവിൻ്റെ അമ്മ അതിശക്തമായ രീതിയിൽ യേശുവിൻ്റെ അമ്മ മറിയോട് പറഞ്ഞു, വേണ്ട, എത്ര നാളായി ഞാൻ സഹിക്കുന്നു, അയാൾ പോയി തുലയട്ടെ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ എത്ര നാളായി സഹിക്കുന്നു, അയാൾ പോയി തുലയട്ടെ എന്ന് പറഞ്ഞു. 7 വയസ്സുള്ള യേശു എന്ന കുട്ടി ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച് കരയിൽ നിൽക്കുകയാണ്. അവൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ നിൽക്കുന്ന അങ്കിൾ ക്ലയോപ്പാസിൻ്റെ അടുക്കൽ ചെന്നു. അങ്കിളിനെ ചേർത്ത് പിടിച്ച് 2 കവിളിലും അവൻ ഉമ്മ വെച്ചു. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു, ഫാദർ കീപ് ഹിം പ്ലീസ്. പിതാവേ, എൻ്റെ അങ്കിളിനെ രക്ഷിക്കണമേ, ദയവായി രക്ഷിക്കണം. അല്പം കൂടെ കൂട്ടിച്ചേർത്തു, അപ്പനെ ഇഷ്ടമുണ്ടെങ്കിൽ മതി, കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അങ്കിൾ 7 വയസ്സുള്ള ഈ യേശുവിനെ കൈകളിലെടുത്ത് 2 പേരും കൂടെ യോർദാൻ നദിയിൽ മുങ്ങി. ഉടൻ തന്നെ പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ലയോപ്പാവ് എന്ന അങ്കിൾ സുബോധമുള്ള ആളായി തീർന്നു. ഇതുവരെ കാണാത്ത അത്ഭുതം ചുറ്റും നിന്നവർ കണ്ടു. ഫിലിം വിടുക. ഒരാളെ പോലും നഷ്ടപ്പെടാതെ എല്ലാവരെയും രക്ഷിക്കണമെന്നാണ് യേശു കർത്താവിൻ്റെ ആഗ്രഹം. 100-ൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ, 1 നഷ്ടപ്പെട്ടിട്ടുള്ളൂ, 99 സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയാതെ 1ൻ്റെ പിന്നാലെ വേദനയോടെ അന്വേഷിച്ചു പോകുന്ന ഇടയനെ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തെ വേദപുസ്തക പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുന്നത് സുവിശേഷങ്ങൾക്കുള്ളിലെ സുവിശേഷം, ഗോസ്പൽ വിതിൻ ദ ഗോസ്പൽ. ആ 15-ാം അധ്യായം ഉപമകൾ ചേർത്ത് നിർത്തിയിരിക്കുന്ന അധ്യായം ആണ്. 100 ആടിൽ 1 നഷ്ടപ്പെടുന്നു, 10 നാണയങ്ങളിൽ 1 നഷ്ടപ്പെടുന്നു, 2 മക്കളിൽ 1 മകൻ ഇറങ്ങിപ്പോകുന്നു. നഷ്ട സൗഭാഗ്യങ്ങളുടെ കഥകൾ അവിടെയുണ്ട്. തെറ്റിപ്പോകുന്നതും കാണാതെ പോകുന്നതും തിരിച്ചു വരുന്നതും കണ്ടെത്തുന്നതുമായ നഷ്ട നേട്ട സൗഭാഗ്യങ്ങളെ സമ്മിശ്രമായിട്ട് അവിടെ ചേർത്തിരിക്കുകയാണ്. ആടിൻ്റെ കഥ പറയുമ്പോൾ അത് ആടിൻ്റെ കഥയല്ല, ഇടയൻ്റെ കഥയായിട്ട് മാറുകയാണ്. നാണയത്തിൻ്റെ കഥ പറയുമ്പോൾ നാണയം
എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാം എന്നുള്ള സമ്പദ് വ്യവസ്ഥയെപ്പറ്റി പറയുകയല്ല, അത് നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ കഥയാണ്. മകൻ്റെ ഇറങ്ങിപ്പോക്ക്, തിരിച്ചുവരവ് പരാമർശിക്കുമ്പോൾ മകൻ്റെ കഥയല്ല, അതൊരു പിതാവിൻ്റെ, സ്നേഹമുള്ള പിതാവിൻ്റെ കഥയാണ്. അജ്ഞത കൊണ്ട് ആല വിട്ടുപോയ ആട്, അശ്രദ്ധ കൊണ്ട് കളഞ്ഞുപോയ നാണയം, അഹന്ത കൊണ്ട് ഇറങ്ങിപ്പോയ മകൻ. എന്തിനാണ് യേശു കർത്താവ് ഒരേ സന്ദേശം ഉൾക്കൊള്ളുന്ന 3 കഥകൾ ചേർത്ത് പറയുന്നത്? പലപ്പോഴും ഈ കഥകൾ കണ്ട് വളരെയധികം ആകൃഷ്ടരായി അതിൽ സന്തോഷം കണ്ടെത്തി ഈ കഥകളൊക്കെ സൺഡേ സ്കൂളിൻ്റെ മത്സരവേദികളിലൊക്കെ പറഞ്ഞ് അഭിനയിച്ച് ട്രോഫികൾ വാങ്ങുന്ന ധാരാളം തലമുറകൾ നമുക്ക് ഉണ്ട്. എന്നാൽ ഈ കഥകൾക്കെല്ലാം രത്നച്ചുരുക്കമായി അതിൻ്റെ ആമുഖമായി ചേർത്തിരിക്കുന്ന 2 വാക്യങ്ങളാണ് ഈ തുടർ കഥകൾക്ക് കാരണമായി തീരുന്നത്. ആ വാക്യങ്ങൾ ഇപ്രകാരം ആണ്: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ അടുക്കൽ വചനം കേൾപ്പാൻ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ടു അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഒരു പിറുപിറുപ്പിൻ്റെ മറുപടിയാണ് ഈ കഥകൾ എല്ലാം. പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുക്കുന്നത് യേശു ഉൾക്കാതുകൊണ്ട് കേൾക്കുകയാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിലും അത്യാധുനിക രീതിയിലുള്ള പിറുപിറുപ്പുകൾ ഉണ്ടെങ്കിലും സാധാരണ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച അച്ഛന്മാരെ എല്ലാവരും പറയും, അതൊക്കെ ആളുകൾ ഇങ്ങനെ പറയും, അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകേണ്ട കാര്യം ഇല്ല. എന്നാൽ യേശു മനുഷ്യൻ്റെ പിറുപിറുപ്പ് കേട്ട് പരീശന്മാർ, ഭക്തന്മാർ, വിശുദ്ധന്മാർ എന്ന വലിയ ലേബലുള്ള പരീശന്മാരുടെ ഉള്ള അറിഞ്ഞ് പിറുപിറുപ്പിന് തുറന്ന മറുപടി കൊടുക്കുന്നു. ആ തുറന്ന മറുപടി കൊടുക്കുന്നത് 2-3 ഡോസ് മരുന്ന് കൊടുക്കുന്നത് പോലെയാണ്. ആദ്യം ലൈറ്റായിട്ടുള്ളതാണ് കൊടുത്തത്, 100-1 കഥ പറഞ്ഞു നോക്കുക. അതുകൊണ്ട് സുഖമാകാത്തവർക്ക് 10-1 കഥ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടും ആടും നാണയവും ഒന്നും ഗവനിക്കാത്ത ആളുകളുണ്ടെങ്കിൽ സ്വന്തം മക്കളുടെ കഥ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ 3 കഥകളിലൂടെ യേശു ചുങ്കക്കാരെയും പാപികളെയും എങ്ങനെ സ്നേഹിക്കുന്നു, ചുങ്കക്കാരോടും പാപികളോടും യേശു എന്തുകൊണ്ട് സൗഹൃദം കൂടുന്നു, മാത്രമല്ല ചുങ്കക്കാരുടെയും പാപികളുടെയും വീട്ടിൽ നിന്ന് യേശു ക്രിസ്തു ഭക്ഷണം കഴിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം യേശു ഈ 3 ഡോസ് മെഡിസിൻ കൊണ്ട് ഉത്തരം കൊടുക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ വാക്യം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 99 നല്ല തങ്കം പിടിച്ച ആടുകൾ കയ്യിലുണ്ട്. ഒരെണ്ണം അത്ര നല്ല ആടായിരിക്കില്ല. കാരണങ്ങൾ പലതുണ്ടാകാം. പരിശീലിപ്പിച്ചതിൻ്റെ കുഴപ്പമാകാം, കൂട്ടുകാരുടെ കുഴപ്പമാകാം, വല്ലാത്ത ഫ്രീഡം അനുഭവിച്ച ആളാകാം, വഴി ഗൂഗിൾ സെർച്ച് ചെയ്ത് അപകടത്തിൽ കൊണ്ടുപോയി ചാടിച്ചതാകാം. ഏതായാലും ഒന്ന് വഴി മാറിപ്പോയി. ആ ഒന്നിൻ്റെ പേരിൽ ഇത്ര ഗൗരവത്തോടെ പോകുന്ന ഇടയനെ, കൂട്ടം തെറ്റിയവന് കൂടൊരുക്കുന്ന ദൈവം, കൂട്ടം തെറ്റിയവന് കൂട്ടായി നിൽക്കുന്ന ദൈവം, ഒറ്റപ്പെട്ടു പോകുന്നവന് കൂട്ടായ്മ കൊടുക്കുന്ന ദൈവം ഈ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ആണ്. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊരു 3 ചെറിയ ചിന്തകൾ നിങ്ങൾക്ക് ക്ഷീണം വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് പരസ്യമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പായതുകൊണ്ട് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു. രഹസ്യമായിട്ടൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. എന്നാൽ ഇതിന് പിന്നാലെ വരുന്ന ഹെവി ലഞ്ച് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുകയാണ്. സാധാരണ മർത്തോമക്കാർക്ക് പള്ളി ആരാധനയുടെ സമയം കഴിയുമ്പോൾ ഒരു ആലസ്യം, ഒരു 10:30-11 മണിയാകുമ്പോൾ ഒരു ചെറിയ മയക്കം പത്രം വായിച്ച് ഉണ്ടാകുന്ന പതിവുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഇരിക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുവാണോ എന്നറിയത്തില്ല, ഉണർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ക്ഷീണം വരാതിരിക്കുവാനുള്ള താല്പര്യത്തോടുകൂടെ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാം. 3 ചെറിയ ചിന്തകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ
പഴയ നിയമത്തിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 2 ചിന്തകളും യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ചിന്തയും ചിന്തിച്ചതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് സുവിശേഷം പറയാം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് പരിചിതമായൊരു ഭാഗമായതുകൊണ്ട് 100 ആട് ഒന്നും എത്ര നാളായിട്ട് നമ്മൾ എണ്ണുന്നു എന്നുള്ള രീതിയിൽ ലാഘവത്തോടെ കാണാതെ, ആ 1 പ്രസംഗിക്കുന്ന CV സൈമണച്ചനാണോ, നമ്മൾ ആരെങ്കിലുമാണോ എന്നുള്ളൊരു ചെറിയ അന്വേഷണം ഈ ഹോളിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വഴികളിലൂടെ കണ്ടെത്താൻ, നമ്മുടെ വീടിനകത്ത് ഒരു അന്വേഷണം നടത്തുവാൻ, നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഇല്ലെങ്കിലും വീട്ടിലില്ലെങ്കിലും കാണാമറയത്ത് ലോകത്തിൻ്റെ 7 ഭൂഖണ്ഡങ്ങളിലായി ചിതറിപ്പാർക്കുമ്പോൾ അവരാരെങ്കിലും കാണാതെ പോകുന്നുണ്ടോ? 99 അതിലൊന്ന് എൻ്റെ മകനാണോ മകളാണോ എന്നുള്ള ഒരു ഉൾചോദ്യം നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾക്ക് പിന്നിൽ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഇടയൻ്റെ മൂല്യനിർണയം, ഇടയൻ്റെ കണക്ക് പരിശോധന. ഓഡിറ്റിംഗ് എന്നോ വാല്യുവേഷൻ എന്നോ ഇവാലുവേഷൻ എന്നോ ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്നു. മൂല്യനിർണയം നടത്തുന്ന, കണക്ക് പരിശോധിക്കുന്ന, ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഇടയൻ, സാധാരണക്കാരനായ ഗ്രാമീണനായ ഇടയൻ. പലസ്തീൻ നാട്ടിൽ 100 ആട് ഒരു സാധാരണ ഇടയൻ്റെ സ്വത്താണ്. 200 ആട്, 300 ആട്, 500 എന്ന് കേൾക്കുമ്പോൾ ഒരു ഇടയൻ്റെ കയ്യിൽ തന്നെ നിൽക്കുന്ന സംഖ്യയല്ല. അപ്പോൾ ആ വലിയ യജമാനനായ ഇടയൻ ചെറിയ ഇടയന്മാർക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരെ ആടുകളെ മേയിക്കുന്നതിന് ഏൽപ്പിക്കും. ഏതായാലും ഇതൊരു ഇടത്തരം ഇടയനായിട്ട് നമ്മൾ കാണുക. നേരിട്ട് പരിപാലിക്കുന്നയാളോ അല്ലെങ്കിൽ യജമാനന് വേണ്ടി ആടുകളെ സൂക്ഷിക്കുന്ന ആളോ ആയി നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തെ കാണാനായി ശ്രമിക്കുക. ഉടമസ്ഥനാകാം, ഇടയനാകാം, എന്തായാലും ആടുകളെ പരിപാലിക്കുന്ന ആടാണ്. പുറപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ആട്ടിടയൻ തന്നെ ഏൽപ്പിക്കുന്ന ആടുകളുടെ മേലുള്ള ഉത്തരവാദിത്വം, കണക്ക് എങ്ങനെയാണ് ബോധിപ്പിക്കേണ്ടത് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അവരെ ഏൽപ്പിക്കുന്ന ആടുകളിൽ 1 നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതിൻ്റെ തെളിവ് യജമാനന് ഹാജരാക്കണം. ആട് ചത്തുപോയാൽ അതിൻ്റെ തെളിവ് ഈ ഇടയൻ്റെ പക്കൽ നഷ്ടപ്പെടുത്തിയ ചത്തുപോയ ആടിനെ പറ്റി ഏൽപ്പിക്കണം. അങ്ങനെ തെളിവ് നൽകുവാൻ കഴിയത്തില്ല എങ്കിൽ ആടിൻ്റെ വില കൊടുക്കുകയല്ല, ആടിന് പകരം ഒരു ആടിനെ കൊടുക്കണം, അല്ലെങ്കിൽ ഇടയനെ ശിക്ഷയാണ്. അതുകൊണ്ട് ഇവിടെ 1 നഷ്ടപ്പെട്ടപ്പോൾ സാധാരണ ആടിനെ വളർത്തി പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളായ നമുക്ക്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് 100 ആടോ, കണി കാണാൻ ഒരാട് പോലും ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് നമ്മളെ വഴി നടത്തിയത് കൊണ്ട് നമ്മുടെ കയ്യിലെങ്കിലും കാണത്തില്ല. മട്ടൺ മാത്രമാണ്, അതും ഞായറാഴ്ചകളിൽ പ്രിഫർ ചെയ്യുന്ന ആളുകൾ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ ഇതിനെ ഇത്ര ഗൗരവമായിട്ട് കാണുന്നത് എന്തിനാണ്? സാധാരണ ആടിനെ തീറ്റുന്ന, ആടിനെ വളർത്തിയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ ഒരെണ്ണമൊക്കെ കപ്പേല കഴിച്ചും അല്ലെങ്കിൽ ഈടിയിൽ നിന്ന് ചാടിയും കുരുക്ക് വീണും ഒക്കെ ചാകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ കരുണ ചെയ്ത് 99 എണ്ണം ഉണ്ടല്ലോ, അതിലൊരു തള്ളയാട് അടുത്ത ആഴ്ചയിൽ പ്രസവിച്ചാൽ, ദൈവം അനുവദിച്ചാൽ ഒരു കുട്ടിക്ക് പകരം 3 or 4 കുട്ടികൾ ഹൈബ്രിഡ് ആണെങ്കിൽ ഈ പറഞ്ഞ 99-ൽ നിന്ന് 100, 102, 103 കയറാൻ വലിയ പ്രയാസവും ഒന്നുമില്ല. അതുകൊണ്ട് നിസ്സാരമായി കാണുന്ന ഒരാടിനെ ദൈവം എത്ര സാരമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരാൾ വന്നില്ലെങ്കിൽ എന്ത് ഛേദം, എല്ലാവരും കമ്മിറ്റിക്ക് വന്നില്ലെങ്കിൽ എന്ത് പ്രയാസം, എല്ലാവരും സഹകരിച്ചില്ലെങ്കിൽ ഉള്ളവരുണ്ടല്ലോ. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷിക്കുന്നതിനപ്പുറമായി കാണാതെ പോകുന്ന, ഇന്ന് സന്നിഹിതനല്ലാത്ത ആളുകളെ പറ്റിയുള്ള നമ്മുടെ ആത്മഭാരം എന്തായിരിക്കണം എന്ന് ഈ ഭാഗത്ത് അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ചെറിയ നഷ്ടം, എന്നാൽ വലിയ ദുഃഖമുള്ള ഒരു ഇടയനെ നമ്മൾ കാണുന്നു. 1 നഷ്ടപ്പെട്ടത് 99 നഷ്ടപ്പെട്ടതിന് തുല്യമായ വേദനയായിട്ടാണ് ഇടയൻ കാണുന്നത്. നമുക്കൊന്നും ചെറിയ നഷ്ടങ്ങൾ വലിയ ദുഃഖങ്ങൾ ഉളവാക്കുന്നു.
അന്വേഷിക്കുമ്പോൾ ഭൂരിപക്ഷം എന്നൊരു വാക്ക് ഇല്ല. അവിടെ പൂർണ്ണത, പരിപൂർണത എന്നുള്ള വാക്ക് മാത്രമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സൽഗുണപൂർണത, പരിപൂർണതയിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ദൈവരാജ്യം എന്ന വിശാലമായ കാഴ്ചപ്പാടിലാണ് പൂർണ്ണതയെ കാണുന്നത്. രാജ്യം എന്ന കാഴ്ചപ്പാടിൽ കാണുമ്പോൾ 50 കഴിഞ്ഞ് 51% ഉണ്ടെങ്കിൽ അത് ഭൂരിപക്ഷമായിട്ട് കണ്ട് നമുക്ക് വിജയിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് ഭൂരിപക്ഷത്തെക്കാൾ അപ്പുറമായി പൂർണ്ണതയുടെ പക്ഷത്ത് നിൽക്കുന്ന യേശു കർത്താവിനെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഒരാളിൻ്റെ സങ്കടം മറ്റുള്ളവർക്ക് സങ്കടമായി, മറ്റൊരാൾക്ക് സങ്കടമായി എങ്ങനെ തീരും? നമ്മുടെ ഒരു അച്ഛൻ ബർത്ത്ഡേക്ക് എല്ലാവരെയും വിളിക്കുന്ന നല്ല സ്വഭാവമുള്ള അച്ഛനാണ്. എനിക്കങ്ങനെ ചെയ്യാൻ ഇതുവരെ അങ്ങനെ ഒരു വരം ഇതുവരെ കിട്ടിയില്ല. ആരെയും ഇതുപോലെ ഒരാളുമല്ലോ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ഭയം കൊണ്ടാണ് വിളിക്കാറ്. എന്നാൽ ഈ ബർത്ത്ഡേ വിഷ് വേദോസത്തിലൊരു വാക്യമില്ലെങ്കിലും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരച്ഛൻ ഒരു മോളെ വിളിച്ച് രാവിലെ വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ മോൾ. താങ്ക് യു അച്ഛൻ. വളരെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു. അച്ഛൻ വളരെ ആ കുട്ടിയോട് സ്നേഹമുള്ള ആളായതുകൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് അച്ഛൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വരേണ്ടത്? സോറി അച്ഛൻ, കേക്ക് കട്ടിങ് ഇല്ല. അച്ഛൻ പെട്ടെന്ന് ഫോണിൽ കൂടെ എളിപ്പിനായിപ്പോയി. അമിതാവേശത്തിൽ കയറി ചോദിച്ചാണോ? ഒന്നും പറയേണ്ട കാര്യമില്ല, വിഷ് ചെയ്തിട്ട് താത്തു വെച്ചാൽ മതിയായിരുന്നു. സോറി അച്ഛൻ, ഇന്ന് കേക്ക് കട്ടിങ് ഇല്ല. ചോദിച്ചപ്പോൾ ആ മോള് അച്ഛനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചു. എൻ്റെ കൂട്ടുകാരി സങ്കടത്തിലിരിക്കുമ്പോൾ എനിക്ക് കേക്ക് കട്ടിങ് ഇല്ല, ആഘോഷങ്ങൾ ഇല്ല. സ്വന്തം അപ്പനോ അമ്മയോ സഹോദരനോ അങ്കിളോ അല്ല മരിച്ചത്, വേറൊരു മതവിശ്വാസത്തിലുള്ള ക്ലാസ്സിലെ ആത്മാർത്ഥ സുഹൃത്തായ കൂട്ടുകാരിയുടെ അച്ഛൻ മരിച്ച ദുഃഖം. എൻ്റെ കൂട്ടുകാരിയുടെ സങ്കടം തീർന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കേക്ക് കട്ടിങ് ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖം എൻ്റെ ദുഃഖമായിട്ട് കാണുകയും മറ്റുള്ളവരുടെ നഷ്ടം എൻ്റെ നഷ്ടമായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു എമ്പതറ്റിക് ഒരു അപ്രോച്ച് ഒരു ഇടയൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇവിടെ നമ്മൾ കാണുന്നത് അവസാനത്തെ കാര്യം, ഒരു പാപിയുടെ തിരിച്ചുവരവിൽ സ്വർഗം എത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഒന്നിന് ഇത്രമാത്രം പ്രാധാന്യം എന്താണ്? എണ്ണം കൂടുതലുള്ളതിനല്ലേ പ്രാധാന്യം? നിറഞ്ഞിരിക്കുന്നതിനല്ലേ പ്രാധാന്യം? എണ്ണം കുറയും തോറും അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണോ എന്ന് സംശയിച്ചുകൊണ്ട് വീണ്ടും 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 എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് ഈസ് ദ ബെസ്റ്റ് സ്റ്റാൻഡേർഡ്. ഞാനൊന്ന് 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പം അങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ട് ആളില്ലായിരുന്നു. O ലെവൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം സമീപത്തുള്ള 1ാം ക്ലാസ്സിൽ പോയി ചേരും. O ലെവൽ എന്ന് പറഞ്ഞാൽ ഓലെ പഠിച്ചു എന്നുള്ളതേ അർത്ഥമുള്ളൂ. അപ്പോൾ 1ാം ക്ലാസ്സിൽ സമീപത്തുള്ള സ്കൂളിൽ പോയി ചേരുക എന്നുള്ളത് മാത്രം. ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ LKG, UKG, 1ാം ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബേസ് അനുസരിച്ചാണ് ആ കുഞ്ഞിൻ്റെ മേലോട്ടുള്ള ലെവൽ നിശ്ചയിക്കുന്നത്. ആദ്യ പാഠങ്ങൾ വളരെയധികം ഉറക്കേണ്ടത് ആവശ്യമാണ്. അക്ഷരങ്ങളും അക്കങ്ങളും ഉറപ്പിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് PhD-യെക്കാട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സ്കൂളിലെ ആദ്യത്തെ പ്രവേശനം, ആദ്യത്തെ പഠനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 100ൽ 1 എന്ന് പറയുന്നത് 1 വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് വളരെ കുറച്ച് നിങ്ങൾ കാണരുത് എന്നുള്ള ഒരു അപേക്ഷ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന, അതുമാത്രം സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയും ചെയ്യരുത് എന്നോർക്കും. ഭക്ഷണം കഴിക്കുവാൻ നമ്മുടെ നാടുകളിൽ അപ്പനമ്മമാർ ഭക്ഷണം വിളമ്പി തന്നിട്ടുള്ളപ്പോൾ പ്ലേറ്റിൽ നിന്ന് അത് ഇരുമ്പ് പിഞ്ഞാണമായിരിക്കാം, വസ്തി പിഞ്ഞാണമായിരിക്കാം. പണ്ടൊക്കെ അങ്ങനെ ക്രോക്കറിക്ക് ലാവോപ്പാല എന്നുള്ള പേര് ഇല്ലായിരുന്നു. ആ ചോറിൽ നിന്ന് മക്കൾ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ 1 മണി ചോറ് താഴെ വീണാൽ കൈയുടെ കണ്ടക്കടി കിട്ടിയ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്.
ആ അപ്പൻ കൈക്കടിക്കുന്നത് കുഞ്ഞിനെ ശിക്ഷിക്കുകയല്ല. ഒരു ചോറുണ്ടായതിൻ്റെ, ഒരു നെൽമണി ഉണ്ടായതിൻ്റെ അധ്വാനവും വിലയും അറിയാവുന്ന അപ്പനാണ് ഒന്നിനെ വളരെ ശ്രദ്ധയോടുകൂടെ കാണണം എന്ന് പറയും. ഇന്ന് നമുക്ക് ഈ മൾട്ടി കുഷീൻ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിതിനകത്ത് ഒരെണ്ണമെങ്കിലും കൊത്തണം എന്നുള്ളതാണ്. എല്ലാം എടുക്കണമെന്നല്ല, ഏതെങ്കിലും ഒന്ന് കൊത്തിയാൽ പ്രൈസ് ദി ലോർഡ് പറയുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്നിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഇടയനി ഒന്നിലുള്ള ദുഃഖം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ 100-ൽ തുടങ്ങിയതല്ല. ഓരാടിനെ വാങ്ങിച്ചു തുടങ്ങിയ ആത്മവേദന ഒന്നിൽ നിന്ന് തുടങ്ങി പടിപടിയായി ദൈവം അനുഗ്രഹിച്ച് ഈ 100 സെഞ്ചുറി അടിച്ച് നിൽക്കുമ്പോൾ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടം വലിയ നഷ്ടമായി കാണുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സ് തുറന്ന് സന്തോഷിച്ചിരിക്കാൻ സംഘാടകരായ മാത്യൂസ് അച്ഛനും അനീഷ് കുന്നപ്പുഴയൊക്കെ എനിക്ക് തോന്നുന്ന കോളർ ശരിക്കും പിടിച്ചിട്ടിട്ടുണ്ട്. ഈ നരണം മാരാമൺ ഭദ്രാസന ചരിത്രത്തിൽ ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കാം സന്തോഷിക്കുക. മാർത്തോമാ സഭയുടെ ചരിത്രം പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ പള്ളിയില്ല, ഹോളില്ല, പണമില്ല, ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ ഈ പള്ളിമേടയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നുമില്ലായിരുന്നു. ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് 1, 2, 3 എണ്ണി വളരുവാൻ ദൈവം സഹായിച്ചതെന്നുള്ളത് ഈ ആൾക്കൂട്ട ആത്മീയത കാണുമ്പോൾ ദൈവം ഒന്നേന്ന് തുടങ്ങി ഈ മാർത്തോമാ സഭയെ വളർത്തിയതാണെന്നുള്ളത് കണ്ണുനീരിൻ്റെ നനവോടുകൂടെ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. ചിലരെയൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കുറേ പേർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമല്ലോ, തമിഴ് രീതിയിൽ പോണാൽ പോകിട്ടും പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് പറയാതെ എൻ്റെ കൂടെ ഇന്ന് ആരില്ല എന്നോർക്കണം. ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഓർക്കുക, എൻ്റെ കൂടെ അച്ചായനൂടെ ഉണ്ടാകണമായിരുന്നു, എൻ്റെ കൂടെ ഭാര്യയും ഉണ്ടാകണമായിരുന്നു, എൻ്റെ കൂടെ കുഞ്ഞ് ഉണ്ടാകണമായിരുന്നു, എൻ്റെ അയലോക്കത്തെ ആളൂടെ കൂടെ ഇരിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുമ്പോഴാണ് കൂട്ടായ്മയുടെ വലിയ അനുഭവം. ഒറ്റപ്പെടുത്തിയും ഒറ്റയ്ക്കും പോകുമ്പോൾ ആരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നുവോ അത് അപകടമാണ്. നമ്മളെവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുവോ അപകടമാണ്. ഞാൻ കോന്നിക്കാരനായതുകൊണ്ട് എപ്പോഴും ഇച്ചിരി സ്വാർത്ഥ കഥകൾ കോന്നി എന്ന് പറയും, ക്ഷമിക്കണം. ആ നാട് മാറി താമസിക്കുമ്പോൾ പിന്നെ പറയത്തില്ല. ആന, കോന്നിയിലെ ആനയൊക്കെ ആയിരുന്നു നല്ലതെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കോന്നി അയ്യപ്പനുമൊക്കെ ഉണ്ടായിരുന്നു. അരിക്കൊമ്പൻ വന്നതോടുകൂടെ കോന്നിയിലെ ആനയുടെ പേരൊന്നും ഇപ്പോൾ ആരുടെയും മനസ്സിലില്ല. എല്ലാവർക്കും മേലെ, അതുക്കും മേലെയാണ് അരിക്കൊമ്പൻ. നാടിനെ വിറപ്പിക്കും, ടൗണിനെ വെറുപ്പിക്കും, പട്ടാളക്കാരെ വെറുപ്പിക്കും, ഫോറസ്റ്റുകാരെ വരച്ചവരെ നിർത്തും. ഒറ്റപ്പെട്ടു പോയാൽ അത് രക്ഷപ്പെട്ടു എന്നല്ല, നമുക്ക് രക്ഷപ്പെടാനാവാത്തതുപോലെ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ആണ്. കത്തോലിക്ക സഭയിൽ എൻ്റെ ഒരു സുഹൃത്തച്ഛനോട് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. മാർത്തോമാ സഭയുടെ അഭിമാനം പറയുന്നതിന് വേണ്ടി ഞാൻ പൊങ്ങച്ചൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ നിങ്ങളുടെ കൂട്ടൊന്നും അല്ല, ഇങ്ങനെ ചൊല്ലി കുർബാനയും ചൊല്ലി നടക്കുകയൊന്നുമല്ല, ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മകൾ, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അത്രയും കുടുംബ പ്രാർത്ഥന മാർത്തോമാക്കാർക്കില്ല. 14 അംഗങ്ങളുള്ള വീട്, ഹൈബ്രിഡ്, 2 പേരും മാതാപിതാക്കൾ, അപ്പോൾ 16. കൃത്യം 7 മണിക്ക് അച്ഛ സന്ധ്യയ്ക്ക് കുരിശ് ചൊല്ലി പ്രാർത്ഥന, കുരിശ് വരച്ച് പ്രാർത്ഥന ഉണ്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ അപ്പനെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ ഈണവും താളവും ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ അജണ്ട. അദ്ദേഹത്തിൻ്റെ അജണ്ട ഓഡിറ്റിംഗ് ആണ്. രാവിലെ കൂട് തുറന്നു വിട്ടപ്പോൾ 14 എണ്ണം ഉണ്ടായിരുന്നു. 7 മണിക്ക് വൈകിട്ട് ബെല്ലടിച്ച് അകത്ത് കയറ്റിയപ്പോൾ ഈ 14 എണ്ണം പുറത്തു പോയത് കൂട്ടിക്കേറി എന്നുള്ളത് അവിടെ പ്രാർത്ഥിച്ച് കുരിശ് വരയ്ക്കുന്നതിനിടയിലെല്ലാം പുള്ളി എണ്ണി നോക്കും. കാര്യം ചുമ്മാതെ മനക്കണക്ക് 1, 1.5 എണ്ണിയെ പോരാല്ലോ, 14 എണ്ണം എണ്ണി തീർക്കണം. അപ്പോൾ ഓഡിറ്റിങ് നടക്കുകയാണ്. കുടുംബ പ്രാർത്ഥന പ്രിയമുള്ളവരെ നിസ്സാരമായിട്ട് കാണരുത്. നിന്റെ വീട്ടിൽ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന മക്കളും മരുമക്കളും അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഓഡിറ്റ് ചെയ്യണം. 100 ഉണ്ടോ, 99 ഉള്ളോ? നമ്മൾ തന്നെ
റിപ്പോർട്ട് താഴെ എഴുതി വെക്കരുത്. ഒരുത്തൻ അപ്സ്റ്റേഴ്സിലാണ്, ഒരുത്തൻ ബേസ്മെൻറ്റിലാണ്, ഒരുത്തൻ ഓൺലൈനിലാണ്, ഒരുത്തൻ ഇപ്പോൾ ഓഫായതേ ഉള്ളൂ. നമ്മൾ തന്നെ ചില ഓഡിറ്റിങ് നടത്തി പള്ളിക്കാരോടും അച്ഛന്മാരോടും റിപ്പോർട്ട് കൊടുക്കുകയാണ്. എൻ്റെ അച്ഛൻ ഞാനും കണ്ടിട്ട് ഒത്തിരി നാളായി. ഞാൻ പറയാം, വെറുതെ അച്ഛന്മാർ യുവജനങ്ങളെ നോക്കി ചിരിക്കുകയാണ്, വേറെ സഭക്കാരെയൊക്കെ നോക്കി ചിരിച്ച് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ട് പോരുവാണ്, അറിയത്തില്ല ആരാണെന്ന്. അതുകൊണ്ട് സോഷ്യൽ ഓഡിറ്റിങ്, അക്കൗണ്ട് ഓഡിറ്റിങ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ് നമ്മുടെ വീട്ടിൽ, ദേവാലയങ്ങളിലെ കൂട്ടായ്മകളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായി നമുക്ക് തീരുകയാണ്. ബന്ധങ്ങളുടെ മൂല്യനിർണ്ണയം, ഓഡിറ്റിംഗ് ഓഫ് അവർ റിലേഷൻഷിപ്പ്, വാല്യുവേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് അവർ റിലേഷൻഷിപ്പ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയായിട്ട് കാണുക. ഈ ഇടയൻ വളരെ ശ്രദ്ധയോടുകൂടെ തൻ്റെ ആടുകളുടെ മൂല്യനിർണ്ണയം പരിശോധന നടത്തുന്നു. 2024 ഇത്ര സന്തോഷത്തോടെ ഈ ആരാധനയിലും സമാപന മീറ്റിങ്ങിലും സംബന്ധിക്കുന്ന നമ്മളോട് ദൈവം ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇടയൻ്റെ മുമ്പിൽ കണക്ക് ഇത് പരിശോധിച്ചു, ശരിയെന്ന് കണ്ടിരിക്കുന്നു, 100 എല്ലാമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്, ഇടയൻ്റെ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഓഡിറ്റിംഗ്, ഷെപ്പേഴ്സ് ഓഡിറ്റിംഗ്. രണ്ടാമത്തേത് ഇടയൻ്റെ കാരുണ്യം. കണക്ക് പരിശോധിക്കുന്ന ഇടയൻ വെറും കണക്ക് സാറ് മാത്രമല്ല, അവൻ കാരുണ്യത്തിൻ്റെ കടലാണ്. അച്ഛന്മാരുടെ പട്ടംകൊട ശുശ്രൂഷ നടത്തുന്ന സമയത്ത് പാടുന്ന അതിശ്രദ്ധേയമായ പാട്ടാണ്. അന്നേരം ഒന്നും അച്ഛന്മാർക്കത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സമയം ഇല്ല. കാരുണ്യത്തിൻ കടലായോൻ ദേവ നീ ഒരുവൻ മാത്രം. ഇടയശ്രേഷ്ഠനായ യേശുവിൻ്റെ പിന്നാലെ ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തലകുനിച്ച് ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ രോമം കത്രിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതെ മൗനമായി നമ്മൾ ആപാത ചൂടം സമർപ്പിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പറയുന്നത്, കാരുണ്യത്തിൻ്റെ കടലിൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീരുകയാണ്. ആ ഇടയൻ്റെ കാരുണ്യത്തിൻ്റെ കൈവഴിയായി തീരാൻ ഞാനിവനെ തന്നെ സമർപ്പിക്കുന്നു. കണക്കറിയാവുന്ന ഇടയൻ കരുണയുള്ള ഇടയൻ കൂടിയാണ്. കണക്ക് കൂട്ടുന്നത് ബുദ്ധി കൊണ്ട് ആണ്, കരുണ കാണിക്കേണ്ടത് ഹൃദയം കൊണ്ട് ആണ്. തലച്ചോറും ഹൃദയവും ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോഴാണ് അത് സമഗ്രമായ സമർപ്പണമായി തീരുന്നത്. ഇടയൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടവന് ഹൃദയത്തിലൊരു സ്ഥലം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ഇടയൻ വെറുതെ ഓഡിറ്റിങ് നടത്തി കാൽക്കുലേറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ഇടയനല്ല, വളരെ കമ്പാഷനേറ്റായിട്ടുള്ള ഇടയനാണ്, എമ്പതിയുള്ള ഇടയനായിട്ട്, ആടിൻ്റെ സൈഡിൽ നിന്ന് ആടിനോട് കരുണ കാണിക്കുന്ന ഇടയനായിട്ട് തീരുന്നു. അതുകൊണ്ട് ലോജിക്ക് നോക്കി ശരിയാണ് 99-100 കണക്കെഴുതിയതിന് ശേഷം ലോജിക്ക് യുക്തിപരമായിട്ട് ശരിയാണെന്ന് പറയുന്നതല്ല. ഇടയൻ്റെ മനസ്സിൽ ലോജിക്കിനപ്പുറം ദൈവത്തിൻ്റെ സ്നേഹം, കരുണാർദ്രമായ കിനിയുന്ന സ്നേഹം ആ ഇടയൻ്റെ ഉള്ളിൽ ഉണ്ട്. പഴയ നിയമത്തിൽ ഹീബ്രുവിൽ ഈ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഹെസദ് എന്നാണ്. നൊമ്പരമുള്ള സ്നേഹം. നൊമ്പരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൈ എക്സ്പ്രസീവായ, ഹൈ ഹൂയ് ഹഗ് അതിനകത്ത് പോകുന്നതല്ല. എക്സ്പ്രസീവായ ലവ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ മുഴുമിക്കാനൊക്കത്തില്ല, വിതുമ്പിപ്പോകും. ചിരി ചിലപ്പോൾ കരച്ചിലായിട്ട് പോകും. വിതുമ്പുന്ന വിങ്ങുന്ന സ്നേഹം. കണക്ക് സാറായ ഇടയൻ വിതുമ്പലോടെ, ആത്മനൊമ്പരത്തോടെ ഈ ആടിനോടുള്ള കരുണ കാണിക്കുന്നതായി നമ്മൾ കാണുന്നു. കണക്ക് നോക്കി സ്നേഹിക്കരുത് പ്രിയമുള്ളവരെ. അപ്പനും അമ്മയും എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിട്ടുള്ളത് ഡയറി എഴുതിയിട്ടല്ല. ഇന്ന് ഇത്ര ലിറ്റർ പാല് ഞാൻ കൊടുത്തു, ന്യൂട്രീഷൻ ഇത്ര കൊടുത്തു, അപ്പൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നു, ഇതെല്ലാം കണക്കെഴുതി അല്ല. ഒരു കണക്കെഴുതുന്ന അപ്പനും അമ്മയും മക്കളെ വളർത്തുന്നതിനിടെ എഴുതുന്ന അപ്പനും അമ്മയുമേ അല്ല, അവർ അംബാനി ഗ്രൂപ്പിലോ വല്ലതും ഉള്ള ആളുകളാണ്. അതുകൊണ്ട് കണക്ക് നോക്കാതെ, കണക്ക് എഴുതാതെ
കണക്ക് പറയാതെ സ്നേഹിക്കുന്ന ഇടയൻ അപ്പനും അമ്മയുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരാൾക്കും ഏറ്റവും ദൈവത്തിനെ അല്ലെങ്കിൽ യേശു കർത്താവിനെ അഭിസംബോധന ചെയ്യുവാൻ ഏറ്റവും ചേരുന്ന വാക്ക് മാർത്തോമാക്കാർ ഉപയോഗിക്കുന്നത് ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ എന്നാണ്. അളവ് കൂടാതെ, ഒരു അളവുകോല് കൊണ്ടും മെഷർ ചെയ്യുവാൻ കഴിയാത്ത ഒന്നാണ്. തെറ്റിപ്പോയവരെ ഹൃദയത്തിൽ നിന്ന് എഴുതി തള്ളരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ എന്നേക്കുമായി ഇറങ്ങിപ്പോയെന്ന് ചിന്തിക്കരുത്. ഇന്ന് ആരാധന കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ തിരിച്ചു വരാനായിട്ട് സാധ്യത ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തോറ്റുപോയുന്ന ധാരാളം ആളുകളുണ്ട്. പാസ് മാർക്കില്ലാതെ 210 പോലും, ഞങ്ങളുടെ സമയത്തെ ഒരു മാർക്ക് പറഞ്ഞതേ ഉള്ളൂ, ക്ഷമിക്കുക. 210 പോലും കിട്ടാതെ രക്ഷപ്പെടാതെ പല പ്രാവശ്യം ഇൻ്റർനാഷണൽ ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ടും പിന്നെ ഒടുവിൽ കുമ്പനാട് യൂണിവേഴ്സിറ്റി വന്ന് പഠിച്ചിട്ട് പോയി രക്ഷപ്പെട്ട ധാരാളം ആളുകളുണ്ട്. കുമ്പനാടിനെ പൂവിട്ട് പൂജിക്കുക. അപ്പോൾ തോറ്റവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്, തോറ്റവരെ തള്ളിക്കളയാത്ത ദൈവമാണ്. ഈ ജംഗ്ഷനിൽ നിന്നെല്ലാം നാട് വിട്ടുപോയപ്പോൾ ദൈവം രക്ഷയുടെ കരം നീട്ടി കാരുണ്യം കാണിച്ച് കരുത്ത് നൽകി തിരികെ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഉണ്ട്. ഒരു CBC ഇൻ്റർവ്യൂവിൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ഉന്നതമായ 10 മേഖലയിലുള്ളവരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾ, എൻ്റെ വായിക്കൊള്ളാത്ത പേരായതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, അവരെ ആദരിക്കുകയാണ് ഈ TV ചാനലിൽ. അപ്പോൾ അതിന് ഇൻ്റർവ്യൂ എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും ടോപ്പിൽ വരാനായിട്ട് സാധിച്ചത്? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ര മിടുക്കനായ ആളൊന്നും അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തോറ്റുപോയിട്ടുണ്ട് പല ക്ലാസ്സിലും. എന്നാൽ എൻ്റെ അമ്മ ജയിച്ചു വരുന്നവർക്ക് മാത്രമല്ല, തോറ്റു വരുന്നവന്, തോറ്റ വിഷയങ്ങളുള്ളവന് ജയിച്ചവന് കൊടുക്കുന്ന ഉമ്മയേക്കാൾ അതിശക്തമായ മുദ്ര പതിപ്പിക്കുന്നത് പോലെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ആ അമ്മയുടെ ഉമ്മയിലാണ് പല ക്ലാസ്സിൽ തോറ്റ ഞാൻ ജയിച്ച് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, സർക്കാർ ഒരു ഗുണം ചെയ്തു, റാങ്ക് മാറ്റി ഗ്രേഡാക്കി. ഒരേക്കർ ആളുകൾ നിന്നാലും കൈ കൊടുത്ത് തീരത്തില്ല, അതുപോലെ മാർക്ക് ഒരുപോലെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ആരോടാണ് കാരുണ്യം കാണിക്കുന്നത്? കരുത്തുള്ളവരോടും ശക്തിയുള്ളവരോടും മാത്രമല്ല, ശക്തിഹീനരായ ആളുകൾ, കരുത്തില്ലാത്ത ആളുകൾ, നമ്മുടെ കൂട്ടത്തിലില്ലാത്ത ആളുകൾ, തോറ്റവർക്ക് ദൈവം ബലം കൊടുക്കുന്നതായി കാണുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എടുത്ത് തന്നെ മുതലാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്മാരാരും അങ്ങനെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നൊരു കഥയില്ല. കാര്യം സാക്ഷ്യം പറഞ്ഞാൽ അവരുടെ വില ഇടിഞ്ഞു പോകും. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ലാത്തതുകൊണ്ട് വില ഇടിഞ്ഞു പോകുകൊണ്ട് പരസ്യമായിട്ട് സാക്ഷ്യം പറയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപദേശമാരും നിർത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൊമ്പാടിയിൽ 1987 പ്രീ തിയോളജി വിദ്യാർത്ഥിയായിട്ട് അവിടെയുണ്ട്. കൊമ്പാടിയിലെ ആദ്യത്തെ 87 ആദ്യത്തെ 3 മാസം ആ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എക്സാമിനേഷനാണ്. ഞാൻ ഈ വൈദിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലൊക്കെ ഇരുന്നിട്ടുള്ളത് കൊണ്ട് പരീക്ഷ എഴുതി വരുന്നവരുടെ സന്തോഷത്തേക്കാൾ അവരുടെ ദുഃഖങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 3 പേപ്പറിന് പരീക്ഷ എഴുതി. അവസാനത്തെ ദിവസം പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ EJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസിൻ്റെ പുറത്തുള്ള പടിയിൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് വിഷമിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ജയിക്കത്തില്ല. ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ച് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ EJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റിലൂടെ എൻ്റെ അമ്മ എൻ്റെ നേരെ നടന്നു വരുന്നു. എന്നെ കാണാനായിട്ട് ഇറങ്ങിയതല്ല, പുഷ്പഗിരി ആശുപത്രിയിൽ ഒരു ബന്ധുവിനെ കാണാനായിട്ട് വന്നതാണ്. ഞാൻ കരയുന്ന കാഴ്ച കണ്ടു. അമ്മ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, പരീക്ഷ എഴുതി കയറുമെന്ന് തോന്നുന്നില്ല, ഞാൻ എങ്ങനെയാണ് വീട്ടിലോട്ട് വരുന്നത്?
അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത്. ഇത്രയും പറഞ്ഞ് നിർത്തുക, അതിൻ്റെ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. പ്രിയമുള്ളവരെ, തോക്കുന്നവരെയും പരാജയഭീതിയുള്ളവരെയും ചേർത്ത് നിർത്താൻ ഒരേജൻറ്റും വരത്തില്ല, ഒരാളും പകരക്കാരനായിട്ട് വരത്തില്ല. നിന്നെ അറിയുന്ന, നീ തോറ്റാലും നീ താണിറങ്ങിയാലും നിന്നെ സ്വീകരിക്കുന്ന ഒരിടയ തുല്യമായ അപ്പനും അമ്മയും നമുക്കുണ്ട്. എത്രയിടത്ത് തോറ്റവരാണ് പ്രിയമുള്ളവരെ നമ്മളിരിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച ആൾക്കാർ ഇവിടെ ഇല്ലേ? എന്നിട്ടും നിൻ്റെ അപ്പനും അമ്മയും നിന്നെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് നിന്നെ വീണ്ടെടുത്തത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ടാണ്. ആരുടെയും കരുത്തുകൊണ്ട്, ആരുടെയും ആൾബലം കൊണ്ട്, ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടല്ല. അന്ന് എൻ്റെ അമ്മ പറഞ്ഞില്ല, ഇന്നായിരുന്നെങ്കിൽ പറഞ്ഞു പോയനെ. നമുക്ക് മെത്രാപ്പൊലീത്ത പോയി കാണാം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എൻ്റെ അപ്പനും അമ്മയ്ക്കും മെത്രാപ്പൊലീത്തയുടെ പേര് തന്നെ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ തെറ്റും. തിരുവല്ല പൂലാത്തീൻ കണ്ടിട്ടുള്ള ആളുകളല്ല, വെറും കാട്ടിലാണെന്ന് വിചാരിക്കരുത്, കോന്നിലാണ്. ഇന്ന് വേറെ വഴികളില്ല. കാരുണ്യത്തിൻ്റെ കടലാണ് ദൈവം, കാരുണ്യത്തിൻ്റെ നാഥനാണ് ദൈവം. ഒറ്റപ്പെട്ടവരെ തള്ളിക്കളയരുത്, കരുണയോടെ കാണണം. നാട്ടിലെ ഒരു കാര്യം കൂടെ പറയാം. കൺവെൻഷൻ ആണല്ലോ ഞങ്ങളുടെ നാട്ടിൽ. എൻ്റെ ഇടവക കല്ലേലി സെൻറ്റ് തോമസ് ഇടവകയാണ്. അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് ഊട്ടുപാറ ബദേൽ ഇടവകയാണ്. ഇങ്ങനെയുള്ള അവസരമേ ഉള്ളൂ ഈ നാടിൻ്റെ പേരൊക്കെ പറയാനായിട്ട്, അല്ലാതെ ഇപ്പോൾ ക്വിസ് കോമ്പറ്റീഷനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അവിടെയാണ് ഞാൻ സൺഡേ സ്കൂൾ പഠനം തുടങ്ങിയത്. ആ പള്ളിയിൽ സൺഡേ സ്കൂൾ കുട്ടികൾ മുന്നിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ജോർജ് കുട്ടിച്ചാൻ വന്ന് ഇരിക്കും. ജോർജ് കുട്ടിച്ചാൻ നല്ല പ്രായമുള്ള ആളാണ്. അന്ന് ഒരു 30-35 വയസ്സ് കാണാം. ഫിറ്റ്സ് വരുന്ന ആളാണ്. ഫിറ്റ്സ് വരും. ചില സമയത്തൊക്കെ വന്ന് അവിടെ ഇരിക്കുമ്പോൾ ശരീരത്ത് മുറിപ്പാടുണ്ട്, ഉടുപ്പൊക്കെ അത്ര നല്ലതായിരിക്കത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അവിടെ ഇരിക്കുന്ന, തറയിലിരിക്കുന്ന, പാവലിച്ച് കീറുന്ന, നുള്ളരി അഴിച്ച് കളിക്കുന്ന, ഉടുപ്പേൽ ചരട് വെച്ച് കെട്ടുന്ന ഞങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ജോർജ് കുട്ടിച്ചാനാണ്. ചെവിക്ക് പിടിക്കും, അടിക്കും. ശിക്ഷണത്തിലാണ് ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ഇത് പറയാനല്ല, ജോർജ് കുട്ടിച്ചാൻ്റെ ഒരു പ്രധാന ജോലി, ദിവസവും കല്ലേലി പോസ്റ്റ് ഓഫീസിൽ അദ്ദേഹം പോവും. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കോഴഞ്ചേരി മുരിപ്പ് എന്നാണ്. ഇനി പേരിൻ്റെ ഉൽപ്പത്തി എന്താണെന്നൊന്നും നോക്കണ്ട, ഏറ്റവും ഉയരം കൂടിയ മുരിപ്പ് ആണ്. മുരിപ്പ് ഇറങ്ങി അദ്ദേഹം കല്ലേലി പോസ്റ്റ് ഓഫീസിൽ പോകും. പണ്ട് നമുക്കങ്ങനെ ആയിരുന്നല്ലോ, ദൈവസന്നിധിയിൽ പോകുന്ന പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതും വല്ലതും വന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ചെന്ന് മെയിൽ വന്നു കഴിയുമ്പോൾ അവിടെ ചോദിക്കും, ഞങ്ങൾക്ക് എഴുത്ത് വല്ലതും ഉണ്ടോ? മിക്കവാറും എഴുത്തില്ല. പിന്നെ ജോർജ് കുട്ടിച്ചാൻ ആ സമീപത്തുള്ള ആളുകളുടെയൊക്കെ എഴുത്ത് കൊടുത്തു വിട്ടാൽ അവിടെ കൊണ്ടു കൊടുക്കും. ജോർജ് കുട്ടിച്ചാൻ പോകുന്നത് ഒരെഴുത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. തൻ്റെ മൂത്ത സഹോദരൻ ശമുവേൽ കുട്ടി, ചെറുപ്പക്കാരൻ, പഠനം കഴിഞ്ഞ് തോറ്റൊക്കെ നിന്ന സന്ദർഭമാകാം, വീട് വിട്ടുപോയി, എവിടാണെന്ന് അറിയത്തില്ല. ജോർജ് കുട്ടിച്ചാൻ രോഗിയാണ്, ഓർത്തുകൊള്ളണം. ജോർജ് കുട്ടിച്ച് ഇന്നെൻ്റെ സഹോദരൻ്റെ എഴുത്ത് കാണുമോ എന്നന്വേഷിച്ച് ദിവസവും പോസ്റ്റ് ഓഫീസിൽ പോവുകയാണ്. ജോർജ് കുട്ടിച്ചാൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണം വരെയോ ഇന്ന് വരെയോ ശമുവേൽ കുട്ടി വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. ചിലപ്പോൾ ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നാളത്തെ പത്രത്തിൽ വരാനായിട്ട് സാധ്യത ഉണ്ട്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടവൻ്റെ പുറകെ എഴുത്തു നോക്കി പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന അഭിമാനികളായ നരണമാരാമൻ ഭദ്രാസനത്തിലെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ആരെങ്കിലുമൊക്കെ ശമുവേൽ കുട്ടിയോ ശോശാമ്മയോ നമ്മുടെ വീടുകളിൽ നിന്നോ കൂടുകളിൽ നിന്നോ കൂട്ടത്തിൽ നിന്നോ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കരുണാമയനായ കാരുണ്യത്തിൻ്റെ കടലായ യേശുവാണ് നമ്മുടെ രക്ഷിതാവെങ്കിൽ കാരുണ്യത്തോടെ അന്വേഷിക്കുന്ന ഒരു കണ്ണ്
ഈ കാരുണ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ CBC അംഗങ്ങൾ, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ അംഗങ്ങൾ അദ്ദേഹത്തെ ഓഫീസിൽ പോയി കണ്ടു, അഭിനന്ദനമൊക്കെ അറിയിക്കാൻ. മീഡിയയുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പരിചിതനായ ബിഷപ്പാണ് തട്ടിൽ പിതാവ്. അദ്ദേഹം പറഞ്ഞു, 2 കാര്യങ്ങൾ. നമ്മൾ കുറെ കൂടി ഇവാഞ്ചലിക്കൽ ആകണം, നമ്മൾ കുറെ കൂടി പ്രോഫറ്റിക് ആകണം. മർത്തോമായിലെയും ഇവാഞ്ചലിക്കലെ ഒരു ബിഷപ്പല്ല പറയുന്നതെന്ന് പ്രിയരെ കേൾക്കുക. കാത്തലിക് ചർച്ചിൻ്റെ സീറോ മലബാർ സഭയുടെ എല്ലാ പാരമ്പര്യങ്ങളുമുള്ള സഭയുടെ പുത്തൻ തലവൻ പറയുകയാണ്, ബി മോർ ഇവാഞ്ചലിക്കൽ ആൻഡ് പ്രോഫറ്റിക്. അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ എനിക്ക് എഴുതിയ കത്തിനകത്ത് ഒരു വാചകം എഴുതി അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകം, ബിഷപ്പ് കൺസേൺ ഫോർ ദ പുവർ, പാവപ്പെട്ടവരോട് കരുണ കാണിക്കണം, പാവപ്പെട്ടവരെ കുറെ കൂടെ കരുതണം പുതിയ സ്ഥാനത്തേക്ക് വരുമ്പോൾ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഇടയന്മാരായി വലിയ വലിയ ബോസുകളായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഭാഗത്ത് 100-1 നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് പോകുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഈ ഇടയശ്രേഷ്ഠൻ കരുണയുള്ള ഇടയൻ ആണ്. 3-ാമത്തെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇടയൻ കണക്ക് പരിശോധിക്കുന്നവനാണ്, മൂല്യനിർണ്ണയം നടത്തുന്നവനാണ്. ഇടയൻ കരുണയുള്ള ഇടയൻ ആണ്. 3-ാമത്തേത്, ഇടയൻ്റെ കാഴ്ചയുള്ള ഇടയൻ. ഇടയൻ്റെ കാഴ്ചയുടെ സൂക്ഷ്മതയെപ്പറ്റിയാണ് ഈ ഭാഗത്ത് വായിച്ചിരിക്കുന്നത്. 1 കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? അന്വേഷകനായ, കണ്ണടയ്ക്കാത്ത, കണ്ണു തുറന്ന് അന്വേഷിക്കുന്ന ഇടയനെ കാഴ്ചയുള്ള ഇടയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടയൻ്റെ കണ്ണിൽ പെടുക എന്നുള്ളതാണ്. ഇടയന്മാർക്ക് എപ്പോഴും കണ്ണുണ്ട്, കാഴ്ചയുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട ആട് ഇടയൻ്റെ കണ്ണിൽ പെടണം. 2 മാസമായില്ല മാർത്തോമാ സഭാംഗം, ഓയൂർ സെൻറ് തോമസ് ഇടവക അംഗം, 6 വയസ്സുള്ള അബിഗേൽ എന്ന പിഞ്ചോമന കുഞ്ഞ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ അബിഗേലിനെ അന്വേഷിച്ചത് പോലീസുകാർ മാത്രമല്ല, ഓട്ടോറിക്ഷക്കാർ തുടങ്ങി നാട്ടുകാർ, ലോകം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ പിന്നാലെ പോയി. പ്രിയമുള്ളവരെ, അബീഗേൽ എന്ന കുഞ്ഞ് നമ്മുടെ ഒരു കുഞ്ഞായപ്പോൾ കുറെ കൂടെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിച്ചു. എരുമേലിയിൽ നിന്ന് നഷ്ടപ്പെട്ടവർ തൊട്ട് തുടങ്ങി നമ്മുടെ നാടുകളിൽ നിന്ന് നഷ്ടപ്പെട്ട ധാരാളം അബീഗേലുകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇടയൻ്റെ കണ്ണിൽ പെടുന്നുണ്ടോ? ഏതൊളിച്ചുകളിയും ഏതടിച്ചുമാറ്റലും ഏത് മറഞ്ഞിരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്ന സർവൈലൻസ് ക്യാമറ നിരീക്ഷണത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും. നമ്മളൊക്കെ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും കൺവെൻഷൻ യോഗത്തിന് മുമ്പാകെയും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്തും വരെയും കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ സദസ്സിലും സ്റ്റേജിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഏത് മേഖലകളിലും ഒളിഞ്ഞിരിക്കുമ്പോൾ ഈ ഇടയൻ്റെ ലെൻസ് നമ്മുടെ നേരെയാണ് എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഇടയൻ്റെ കണ്ണിൽ പെട്ടവരായി നമ്മൾ ജീവിക്കാം. പലരെയും കണ്ണിൽ പൊടിയിടാനായിട്ട് സാധിക്കും. എത്ര മുളക് പൊടി വിതറിയാലും ഇടയൻ്റെ കാഴ്ചയ്ക്ക് കുഴപ്പം വരത്തില്ല. അല്ലെങ്കിൽ ഇട്ട് നോക്കുക. യാതൊരു രീതിയിലും കൺകെട്ട് കളിക്ക് കൂട്ടു നിൽക്കുന്നയാളല്ല യേശു കർത്താവ്. അവൻ്റെ കണ്ണ്, അവൻ്റെ ദൃഷ്ടി, അവൻ ദൃഷ്ടി വെച്ച് പരിപാലിക്കുന്ന ആളാണ്.
അതുകൊണ്ട് CC ക്യാമറയേക്കാൾ അപ്പുറമായി, ഏത് ഓൺലൈൻ സംവിധാനത്തെക്കാളും അപ്പുറമായി ഒരിക്കലും ഓഫ് ചെയ്യാത്ത കർത്താവിൻ്റെ കണ്ണ് നമുക്ക് നേരെ തുറന്നിരിക്കുന്നുവെന്ന് ഓർക്കുക. ഇടയൻ്റെ കണ്ണിൽ പെടുമ്പോൾ ഈ ഇടയനെ ഒന്നിച്ച് കാണും, ഒറ്റയ്ക്കും കാണും. 100 ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ 1500ഓളം പേരുണ്ടെന്ന് റിപ്പോർട്ട് എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ശരിക്കും എണ്ണി നോക്കുമ്പോൾ 795 പേരേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടത്താപ്പ് കണക്കാണ് നമുക്ക് എപ്പോഴും എളുപ്പമുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ പ്രത്യേകത, ഈ കണക്കറിയാവുന്ന കണ്ണുള്ള കർത്താവിൻ്റെ പ്രത്യേകത ആക്ച്വലായിട്ടുള്ളത് കാണാം എന്നുള്ളതാണ്. ഒന്നായിട്ട് കാണും. അതുകൊണ്ടാണ് 100-ൽ 1 പോയപ്പോൾ ശ്രദ്ധിച്ചത്. 100-നെ ഒന്നിച്ച് കാണും. അതുകൊണ്ട് നമ്മളെ സവിശേഷമായിട്ട് കാണും, നമ്മളെ സമഗ്രമായിട്ടും കാണുന്ന കർത്താവാണ്. സക്കായിയെ സവിശേഷമായിട്ട് കണ്ടു, ലേവിയെ സവിശേഷമായിട്ട് കണ്ടു, ശമര്യക്കാരത്തി സ്ത്രീയെ ഒറ്റയ്ക്ക് കാണുന്നു, യൂദായെ മറ്റാർക്കും ഇടാത്ത ഇരട്ടപ്പേരോ ദോഷമൊന്നും യേശു വിളിച്ചില്ല. യൂദായ്ക്കാണ് ശിഷ്യന്മാരിൽ ഏറ്റവും നല്ല പേരിട്ട് യേശു വിളിച്ചത്, സ്നേഹിത എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവരെ, അഭിവന്യരെ എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറമായി ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സസൂക്ഷ്മമായിട്ട് നോക്കുന്നു എന്നുള്ളതാണ് രക്ഷയ്ക്ക് ആധാരമായി തീരുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് കാണാനുള്ള കാഴ്ച. നമ്മുടെ കാഴ്ച പലപ്പോഴും നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കുവാനുള്ള കാഴ്ചയാണ്. CC ക്യാമറ വെക്കുന്നത് ഫാഷന് വേണ്ടി വെക്കുകയല്ല. വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്ന ആളിനിതെല്ലാം സിനിമയ്ക്ക് പകരം കണ്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളതല്ല. എപ്പോഴൊരു അപകടമുണ്ടാകുന്നുവോ, എപ്പോഴൊരു മോഷണമുണ്ടാകുന്നുവോ ആ സമയത്ത് അങ്ങനെയുള്ളവരെ കണ്ടെത്തുക മാത്രമല്ല, അവനെ രക്ഷിക്കാൻ കൂടി ആണ്. ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ക്യാമറ നിരീക്ഷണമല്ല, അവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ക്യാമറ നിരീക്ഷണവും ഉണ്ട്. പ്രിയമുള്ളവരെ, മനഃപൂർവ്വം വഴിതെറ്റി പോയിട്ടുള്ള ആളുകളുണ്ട്. വല്ലാത്ത ഫ്രീഡം. ചില മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് എൻ്റെ അപ്പനും അമ്മയും വളർത്തിയിട്ടുള്ളത്. അങ്ങ് വര തന്നെയായിരുന്നു എൻ്റെ മുമ്പിൽ, വരച്ച വര അത് തുടക്കത്തേ ഇല്ല, ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പോൾ അവർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഭയങ്കര ഒരു തീരുമാനമുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ യാതൊരു തരത്തിലും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തത്തില്ല. എവിടെ വേണേലും പോകാം, എന്തു വേണേലും കഴിക്കുക, എന്തു വേണേലും കുടിക്കുക, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം. എനിക്കുണ്ടായ ഒരു ഞെരുക്കം ഉണ്ടാകരുത്, അടിമത്തം ഉണ്ടാകരുത്. വല്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു. ഫ്രീക്കന്മാരുടെ കാലമാണ് ഇത്. അച്ഛന്മാരും ആ വഴിക്കോട്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുക. തിരുവേനി ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഫ്രീക്കൻ കാലത്തിൽ, അമിതമായ ഫ്രീഡം ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ വഴിതെറ്റാതെ പോകുവാൻ, വഴിതെറ്റിയവരെ കൂടെ കണ്ണിൽ കാണുവാൻ ദൈവത്തിന് വലിയ വലിയ ഒരു നോട്ടമുണ്ടെന്ന് ഓർത്തു കൊള്ളണം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സന്തോഷം മാതാപിതാക്കൾ പള്ളിയിൽ പോകണമെന്നാണ്. അവർ ചോദിക്കും, ഡാഡി മമ്മി പള്ളി പോകണ്ടേ, ഇന്ന് ഭദ്രാസന കൺവെൻഷൻ്റെ സമാപനം ഇവിടെ ഇരുന്നാൽ മതിയോ? അവരെ വിടും. അവർക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള 2.5-3 മണിക്കൂർ കിട്ടും. ഒരു ശക്തിയും ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇനി അവിടെ കാണും തല കറങ്ങി വീണെങ്കിൽ മാത്രം അവരെ എടുത്തുകൊണ്ട് വരും. അവർ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ, ഈ 3 മണിക്കൂർ ഡാഡിക്കും മമ്മിക്കും അവിടെ ഒരു കുഴപ്പമുണ്ടാകരുത്. അച്ഛൻ നല്ലതായിട്ട് പ്രസംഗിച്ച് അവരെ ഉറക്കി റെഡിയാക്കി ഇരുത്തിയേക്കണം. പരസ്യമൊക്കെ നീട്ടിപ്പറഞ്ഞു. കാരണം 3 മണിക്കൂർ സർവ്വസ്വാതന്ത്ര്യമായിട്ട് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്തോ, പല കുറുക്കു വഴികളും പല അന്ധകാര വഴികളുടെയും മാർഗത്തിൻ്റെ പിന്നിൽ പള്ളിയിലെ വിശുദ്ധ സമയം നമ്മുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മൾ പറയും, രാത്രി മുഴുവൻ കുഞ്ഞങ്ങ് ഉറക്കളച്ചിരുന്നു. ഓൺലൈൻ അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എന്തോ ചെയ്യാനാണ്, അവിടെ സൂര്യൻ ഉദിക്കുമ്പം ഇവിടെ സൂര്യൻ അസ്തമിക്കും. സൂര്യൻ്റെ ഓരോ പണി. അതുകൊണ്ട് അവൻ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. അവൻ കൂർക്കം വലിക്കുന്നത് അമ്മ പടി ഇറങ്ങുന്നിടം വരെ ഉള്ളൂ. പിന്നീട് അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വലിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം, ഒരു ഫ്രീക്കൻ സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രീഡം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാനായി സാധിക്കണം. ഇടയൻ്റെ കാഴ്ച വല്ലാത്ത കാഴ്ച ആണ്. ഞാൻ ഈ നാട്ടുകാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു വിലയില്ലാത്തതുകൊണ്ട്
ഈ മോശയെ പറ്റി ദ ലെജൻഡ്സ് ഓഫ് ദ ജ്യൂസ് കുറേ കഥകൾ ഉണ്ട്, വേദപുസ്തകത്തിലുള്ളതല്ലാതുള്ള കഥകൾ ഉണ്ട്. ആ കഥയ്ക്കകത്തൊരെണ്ണം പറയുന്നത്, ഈ മോശ ഒരു വലിയ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് മിദ്യാനിൽ ഇത്രോവിൻ്റെ അടുക്കൽ പോയി പഞ്ചപുച്ഛമടക്കി നല്ല കുട്ടിയായിട്ട് ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. മോശ വൈകിട്ട് കണക്കെടുത്തു ആടിൻ്റെ, ഒരാട് കുറവ്. പ്രഭാതത്തിൽ ഒരു കിണറിൻ്റെ തീരത്ത് നിന്ന് ആടിനെ കിട്ടി കൊണ്ടുവന്നു, തോളിലേറ്റി. അപ്പോൾ പറയാണ്, നീ ഇത്രമാത്രം, ആടിനോട് പറയാണ്, നീ ഇത്രമാത്രം ദാഹിച്ചിരുന്നതിനാലാണ് ഓടിപ്പോയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്നോട് ക്ഷമിക്കണമേ. ആടിനോട് സംസാരിക്കുന്ന ഇടയൻ. തോളിലേറ്റി മടക്കയാത്രയിൽ അവൻ എരിയുന്ന മുൾപ്പടർപ്പ് കാണുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, മറ്റൊരുവൻ്റെ ആടിനോട് നീ ഇത്ര കരുണാപൂർവം പെരുമാറിയെങ്കിൽ എൻ്റെ സ്വന്തം കുഞ്ഞാടുകളായ ഇസ്രയേൽ ജനതയെ നീ നയിക്കും. ഇത്രയും കാരുണ്യം മതി, ഇത്രയും കാഴ്ച മതി, നിന്നെ ഇസ്രയേലിൻ്റെ വലിയ ഇടയനായിട്ട് ഞാൻ തീർക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കാഴ്ച. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന സമയത്ത്, എനിക്കൊരു കൊച്ചുമോനുണ്ട്, 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇക്കുക്കു എന്ന് പറഞ്ഞതിന് ശേഷം കണ്ടേ എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ഏത് പ്ലേ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചെന്നറിയത്തില്ല. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നമ്മൾ കഥ പഠിപ്പിക്കുന്നതിനകത്ത് മറഞ്ഞിരിക്കുകയും മറഞ്ഞിരിക്കുന്നിടത്തു നിന്ന് ആൾ വെളിയിലോട്ട് വരികയും ചെയ്യുമ്പോൾ കണ്ടേ എന്ന് പറയുമ്പോഴുണ്ടാകുന്ന വലിയ സന്തോഷം. ഒരിക്കുക്കു കളിക്കകത്ത് ഇത്രയും സന്തോഷം നമ്മുടെ മുഖത്ത് വിരിയും എങ്കിൽ, ദൈവത്തെ കളിപ്പിച്ച്, കർത്താവിനെ കളിപ്പിച്ച് ഇരുട്ടത്തെ ഇക്കുക്കു കളിക്കുന്ന യുവതലമുറകളും മുതിർന്നവരും ഒട്ടും മോശമല്ല. ആ കളികൾക്കിടയിൽ നിന്നവരെ രംഗത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമുണ്ട്. നീ ഇടയൻ്റെ കണ്ണിലാണ്, ഇടയൻ്റെ ക്യാമറയിലാണ്, കാഴ്ചയുള്ള ഇടയനായി നമ്മളവനെ കാണുന്നു. സമാപിപ്പിക്കുകയാണ്. കണക്ക് നോക്കുന്ന ഇടയൻ, 99 കൊണ്ട് തൃപ്തിപ്പെടാത്ത ഇടയൻ. ഒന്നിനെ കൂടെ കാണണം. 2, അങ്ങനെ കണ്ടെത്തുന്ന ആടിനോട് അധികമായ കരുണ, അധികമായ അലിവ്, അധികമായ കെയർ തോളിലേറ്റി അവൻ മടങ്ങി വരികയാണ്. അത് കാണാൻ പറ്റിയത് അവൻ്റെ തുറന്ന കണ്ണാണ്. രാവും പകലും കണ്ണിമയ്ക്കാതെ നമ്മളെ കാക്കുന്ന ഒരു ദൈവം ഉണ്ട്. 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് പറയുകയാണ്. കാണാതെ പോകുന്നവരുടെ, നഷ്ടപ്പെടുന്നവരുടെ ഉത്തരവാദിത്വം ആർക്കാണ് പ്രിയമുള്ളവരെ? കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് പ്രിയമുള്ളവരെ? യേശുവിനെയും കാണാതെ പോയതാണ് 12-ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് പടിയിറങ്ങിപ്പോയവരെയും, പടി അടച്ച് പിണ്ടം വെച്ചവരെയും, നഷ്ടപ്പെട്ടു പോയവരെയും മാത്രമല്ല, മൈഗ്രേഷൻ, വിദേശ കുടിയേറ്റത്തെപ്പറ്റി സഭ വളരെ ആഴമായിട്ട് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് കാണാമറയത്തേക്കുള്ള വിശാലമായ ഭൂഖണ്ഡങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോൾ, ഈ മക്കൾ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നും മറയരുത് എന്നുള്ളത് സഭയുടെ വലിയ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി പുത്തൻ കൾച്ചറുകളിലേക്ക് പറിച്ചു നടുന്ന സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവരുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. മക്കൾ ജോലിക്കിഷ്ടം, അവർ വിവാഹിതരായിട്ട് തീരും, രാജ്യങ്ങൾ കീഴടക്കും, വലിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ വിദേശ കൾച്ചറിൽ വളരും. എന്നാൽ ആ മക്കൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മക്കളെ ദൈവസന്നിധിയിൽ അതിനായിട്ട് സമർപ്പിക്കണം. നമ്മുടെ ഈ ശുശ്രൂഷകളുടെയൊക്കെ ഒരു ഭാഗമാണ് മാരാമൻ കൺവെൻഷനും ഭദ്രാസന കൺവെൻഷനും. പണ്ടത്തെ ഏത് കൺവെൻഷൻ്റെയും ആ അന്തിമ പാദത്തിലുള്ള പ്രധാന കാര്യമാണ് സമർപ്പണം എന്ന് പറയുന്നത്. ആനയെ നടക്കിയിരിക്കുന്നത് ഗുരുവായൂരൊക്കെ സർവ്വസാധാരണമാണ്. എനിക്ക് മാതാപിതാക്കളോട് പറയാനായിട്ടുള്ളത്,
നിങ്ങളുടെ മക്കളെ ഏത് രാജ്യത്ത് കയറ്റി അയച്ചാലും കയറ്റി അയക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ നടയിൽ അവനെ നടക്കിരുത്തിയതിന് ശേഷമേ വിടാവൂ. ഒരു ക്രിസ്തു സംസ്കാരവുമായി, ക്രൈസ്റ്റ് സെൻറ്റേഡ് സ്പിരിച്വാലിറ്റിയുമായി നമ്മുടെ മക്കൾ പോകണം. അതുകൊണ്ട് അവരെ നടക്കിരുത്തണം. നടക്കിരുത്തിയില്ലെങ്കിൽ ഒരിടത്ത് വായിച്ചതുപോലെ കുറച്ച് കഴിയുമ്പോൾ അവരെ മാതാപിതാക്കളായ പ്രായമുള്ള നമ്മളെ നടതള്ളും. ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ഷേത്രം കാണിക്കാൻ കൊണ്ടുപോകും. വണ്ടിയെ കൊണ്ടുപോയി, അമ്മച്ചിക്ക് ഭഗവാനെ കാണുന്നുണ്ടായോ, എത്ര നാളായി വീട്ടിൽ തന്നെ കഥ അടച്ചിരിക്കുന്നു, നമുക്കിന്ന് ഏകാദശിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാൻ കൃഷ്ണനെ കാണാനായിട്ട് പതിവില്ലാതെ മക്കൾക്ക് സന്തോഷം എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക. തിരക്കുള്ള ക്ഷേത്രനടയിൽ ചെന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ മക്കൾ മനഃപൂർവ്വമായി വേറെ വഴി വണ്ടി കയറിപ്പോവും. അമ്മയോ അപ്പനോ അവിടെ ഉപേക്ഷിക്കപ്പെടും. ആൽത്തറയിലുണ്ട്. അതിൻ്റെ പേരാണ് നല്ല ഭാഷയിൽ നടതള്ളുക എന്ന് പറയുന്നത്. മക്കളെ നടക്കിരുത്തുക. നമ്മൾ നടതള്ളപ്പെട്ടവരായി ഒരിക്കലും പോകരുത്. ആടുകൾ തെറ്റിപ്പോയാൽ, കാണാതെ പോയാൽ ഇടയന്മാരോട് ചോദിക്കും. ദൈവജനം നഷ്ടപ്പെട്ടു പോയാൽ പുരോഹിതരായ ഞങ്ങളോട് ചോദിക്കും. ജനം നഷ്ടപ്പെട്ടു പോയാൽ, അണികൾ നഷ്ടപ്പെട്ടു പോയാൽ നേതാക്കന്മാരോട് ചോദിക്കും. മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ മറ്റാരോടും ചോദിക്കുകയില്ല, മാതാപിതാക്കളോട് ചോദിക്കും. കണക്ക് പരിശോധിക്കുന്ന ദൈവം, കാരുണ്യവാനായ ദൈവം, എപ്പോഴും കണ്ണു തുറന്ന് നമ്മളെ കാണുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരും. ലഹരി വിരുദ്ധ ദിനമാണ്. ഒരു വാചകം പറഞ്ഞ് നിർത്തട്ടെ. മദ്യം കൊണ്ടും, പണ്ട് മദ്യം മാത്രമേ ഉള്ളായിരുന്നു കൽപ്പനയിൽ. ഇപ്പോൾ മയക്കുമരുന്ന് പേരുകൾ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. മദ്യപിക്കുന്ന ഒരു ഭർത്താവിനെക്കുറിച്ച് ഭാര്യ വല്ലാതെ സഹികെട്ടു. എല്ലാവരും പറഞ്ഞു, പല സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചു, ഒരു രക്ഷയില്ല. നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്തു, രക്ഷയില്ല. എല്ലാവരും ആ ഭാര്യയോട് പറഞ്ഞു, എന്തിനീയുടെ പുറകെ ഇങ്ങനെ നിൽക്കണം, ഇടിയും തല്ലും പഴിയും കേട്ട്. അപ്പോൾ ആ ഭാര്യ പറയുകയാണ്, ഞാനൂടെ കൈവിട്ടാൽ അയാളുടെ സ്ഥിതി എന്താകും? മുഴുക്കുടിയനായ ഒരു ഭർത്താവിനെക്കുറിച്ച് ഒരു ഗത്യന്തരവുമില്ലാത്ത, ഒരു സന്തോഷവും അനുഭവിക്കാത്ത ഭാര്യ കർത്താവ് പറയുന്നതിനേക്കാൾ മേളി പറയുകയാണ്, ഞാനൂടെ കൈവിട്ടാൽ എൻ്റെ ബാക്കിയുണ്ട്, മൃഗത്തിന് തുല്യമായി അയാൾ തീരും. നമ്മളെ ദൈവം കൈവിടരുത് പ്രിയമുള്ളവരെ. കമ്പനി കൈവിടും, കൂട്ടുകാർ കൈവിടും, പല സ്നേഹിതർ നമ്മളെ കൈവിട്ടു പോകും. ദൈവം നമ്മളെ കൈവിടാതെ ഇരിക്കട്ടെ.